ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പെന്തക്കുസ്ത ഒരുക്കധ്യാനത്തിൻ്റെ 26-ാം ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം നമുക്ക് ഓർക്കാം. 25-ാം അധ്യായമാണ് നാം ഇന്ന് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഇന്നലെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പങ്കുവച്ച ചിന്തകൾ ഇങ്ങനെ വേണമെങ്കിൽ സംഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന, കൂടെ യാത്ര ചെയ്യുന്ന ഒരു സ്നേഹ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവുണ്ടെങ്കിലേ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും പാപം ചെയ്യാതെ ജീവിക്കുവാനും കഴിയൂ. ഇതൊരു ബോധ്യമായിട്ട് നിറയണം. കുട്ടികളുടെ ധ്യാനത്തിൽ പറയുന്ന ഒരു കഥയുണ്ട്. ഒരു രാജാവ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: നാളെ 10 മണിക്ക് രാജകൊട്ടാരത്തിൽ വന്ന് സൈറൺ മുഴങ്ങുമ്പോൾ അകത്ത് പ്രവേശിച്ച് നിങ്ങൾ എന്തിനെയാണോ തൊടുന്നത് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം. സൈറൺ മുഴങ്ങിയപ്പോൾ ജനം ഇടിച്ച് കയറി. ചിലർ സ്വർണ്ണ ചഷകം, മറ്റു ചിലർ വിലയേറിയ വസ്ത്രങ്ങൾ, ചിലർ കട്ടിൽ. പക്ഷേ ഒരു കൊച്ചു പെൺകുട്ടി രാജാവിനെ തൊട്ടു. രാജാവിനെ തൊട്ടപ്പോൾ രാജാവിൻ്റെ എല്ലാം അവൾക്ക് കിട്ടി. ഈ കഥ പറയുന്നതിൻ്റെ കാരണം ഇതാണ്: നമ്മൾ പരിശുദ്ധാത്മാവാകുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ നിറയാതെ സ്നേഹം വളരില്ല. രാജാവിനെ കിട്ടുമ്പോൾ ആ രാജാവിനോടൊപ്പം എല്ലാം കിട്ടുമെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഈ 19-ാം തീയതി നിറയണം. പഴയ നിയമത്തിൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും എന്ന ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. പുതിയ നിയമത്തിൽ ദൈവം പിതാവ്, നാം ഓരോരുത്തരും മക്കളുമാണ്. പേടിച്ച് പാപം ചെയ്യാതിരുന്നാൽ കുറേ ദിവസം പിടിച്ചു നിൽക്കും, പക്ഷേ ആ പാപം പിന്നെയും ചെയ്യും. പക്ഷേ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞാൽ നാം പാപം ചെയ്യില്ല. എൻ്റെ ചരിത്രമല്ല എന്നെയാണ് ദൈവം നോക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. പഴയ നിയമത്തിൽ കൽപ്പലകകളിലാണ് നിയമങ്ങൾ എഴുതിയിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ അത് നമ്മുടെ ഹൃദയങ്ങളിലാണ് അവിടുന്ന് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ നിയമത്തിലേക്ക്, സ്നേഹ ചൈതന്യത്തിലേക്ക് കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഓരോ അധ്യായവും വിശദീകരിക്കുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ മുഴുവൻ എൻ്റെ ഉള്ളിലുള്ള ബോധ്യങ്ങൾ നിങ്ങൾക്കതുപോലെ ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നേരിയ സംശയമുണ്ട്. ഒരു കാരണം, വളരെ തിരക്കിനിടയിൽ അവിചാരിതമായി ഒത്തിരിയേറെ തിരക്കുകൾ ഈ ദിവസങ്ങളിൽ കടന്നു വന്നു. അതിൻ്റെ ഉള്ളിൽ വ്യക്തതയോടുകൂടി ഈ ചുരുങ്ങിയ 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. ഞാൻ മാപ്പ് ചോദിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിനോട് തന്നെ പ്രാർത്ഥിക്കാം. 25-ാം അധ്യായം നാം പഠിക്കാൻ തുടങ്ങുമ്പോൾ 24-ാം അധ്യായത്തിൽ അവസാനം കണ്ടത് പൗലോസ് തടവറയിലാണ്. ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഉണ്ടായിരുന്നത് കൊണ്ട് തടവറയെ ദേവാലയമാക്കി മാറ്റി. നമ്മൾ ഓർമ്മിക്കണം, നമ്മുടെ കുടുംബങ്ങൾ തടവറയല്ല, ദേവാലയങ്ങളാണ്. അങ്ങനെ പൗലോസ് അവിടെ കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ഗവർണർ ഫെലിക്സ് ആയിരുന്നു. ഒരു പുതിയ ഗവർണർ വന്നുവെന്ന് ഞാൻ 24-ാം അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞു നിർത്തിയിരുന്നു. പോർസ്യൂസ് ഫെസ്തൂസ് എന്നോർത്താൽ മതി. ഈ പുതിയ ഗവർണർ വന്ന തക്കം നോക്കി അവരെന്ത് ചെയ്തു? പൗലോസിൻ്റെ ശത്രുക്കൾ പൗലോസിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം മെനയുകയാണ്. ഗവർണറുടെ അടുത്ത് വന്ന് ഒത്തിരി ആരോപണങ്ങൾ ഉന്നയിച്ചു. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ജെറുസലേമിലേക്ക് പൗലോസിനെ വിചാരണയ്ക്ക് കൊണ്ടുപോകണം, പോകുന്ന വഴി ഒളിഞ്ഞിരുന്ന് പൗലോസിനെ വധിക്കണം. പക്ഷേ ഫെസ്തൂസ് ഇതറിയുന്നില്ല. പരിശുദ്ധാത്മാവാകട്ടെ എല്ലാം കാണുന്നുണ്ടായിരുന്നത് കൊണ്ട് പൗലോസിന് തൻ്റെ പക്ഷം വിശദീകരിക്കുവാനായിട്ട് ഈ പുതിയ ഗവർണർ ഫെസ്തൂസ് ഒരു അവസരം കൊടുക്കുകയാണ്. 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പൗലോസ് പറയുകയാണ്, യഹൂദരുടെ നിയമങ്ങൾക്കോ ദേവാലയത്തിനോ സീസറിനോ വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ യഹൂദരുടെ പ്രീതി കിട്ടാനായിട്ട് ഫെസ്തൂസ് ഈ ഗവർണർ ചോദിച്ചു, ജെറുസലേമിലേക്ക്
ഒന്ന് വിസ്തരിക്കപ്പെടാൻ പോകുന്നതിന് വേണ്ടി നീ തയ്യാറാണോ, റെഡിയാണോ? പൗലോസ് പറഞ്ഞു, ഇല്ല. കാരണം ഈ പൗലോസ് ഇപ്പോൾ വധിക്കേണ്ടവനല്ല, രക്തസാക്ഷിയാവേണ്ടവനാണ് ജെറുസലേമിൽ വെച്ച്, റോമിൽ വെച്ച്. അതുകൊണ്ടാണ് റോമിൽ സീസറിൻ്റെ അടുത്ത് ചക്രവർത്തിയുടെ മുൻപിൽ ഉപരി വിചാരണ ഞാൻ ആവശ്യപ്പെടുന്നു. അത് സുപ്രീം കോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നീതി കിട്ടുന്നില്ല. അപ്പോൾ തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാണ്. പക്ഷെ അവസാനം ഫേസ്തൂസ് പൗലോസിൻ്റെ ആ ഒരു പക്ഷം അംഗീകരിക്കുകയാണ്. പൗലോസ് പറഞ്ഞതിനെ ശരിവെച്ചു. ആ ദിവസങ്ങളിൽ പൗലോസ് അവിടെ കഴിയുമ്പോൾ എന്താണ്, അന്നത്തെ രാജാവ് അഗ്രിപ്പ രാജാവ് തൻ്റെ മകൾ ബെർണിക്കയെയും കൂട്ടിക്കൊണ്ട് ഈ ഗവർണറെ കാണാനായിട്ട് ഫെസ്തൂസിനെ കാണാൻ വരികയാണ്. പൗലോസിനെക്കുറിച്ചും ഇതുവരെ നടത്തിയ വിചാരണയെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ചു. അഗ്രിപ്പ രാജാവിന് പൗലോസിനെ കാണാനും കേൾക്കാനും ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ സഭ കൂടി പൗലോസിൽ കുറ്റം കണ്ടില്ലെന്നും ചക്രവർത്തിയുടെ അടുത്തേക്ക് അയക്കുമ്പോൾ പൗലോസിനെക്കുറിച്ച് എന്തെഴുതണമെന്നും തീരുമാനിക്കാനായിട്ടാണ് അവിടെ ഈ രാജാവിൻ്റെ അടുത്ത് അഭിപ്രായം ഇവർ ചോദിക്കുന്നത്. അങ്ങനെ ഈ അധ്യായം ഇവിടെ തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബാഹ്യമായിട്ട് നമ്മുടെ ഉള്ളിലൊരു അഭിഷേകമോ ചില 2-ാം അധ്യായം വായിക്കുന്നത് പോലെയുള്ളൊരു ഉണർവൊന്നും ഉണ്ടായെന്ന് വരികയില്ല. പക്ഷേ വിചാരണയ്ക്ക് വേണ്ടി മാറി മാറി ഈ പൗലോസ് യാത്ര ചെയ്തത് സെൻഹെദ്രിൻ സംഘത്തിൻ്റെ മുൻപിൽ, ഫെലിക്സിൻ്റെ മുൻപിൽ, ഫേസ്തൂസിൻ്റെ മുൻപിൽ, അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ, ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കണം. നമുക്കും ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഇതുപോലെയൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരുപക്ഷെ കുറച്ച് അനുഭവങ്ങളൊക്കെ സമാനമായത് കിട്ടി. പക്ഷേ ഞാനിപ്പോൾ ഓർമ്മിക്കുമ്പോൾ അന്ന് നിരാശയോ പകയോ ഒന്നും തോന്നിയില്ലെങ്കിലും പുറമേ കോപിച്ചില്ലെങ്കിലും ഉള്ളിൽ അമർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞാനൊരു പക്ഷേ എൻ്റെ ഗുഡ് നെയിം നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത ഒരു വശത്തുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കിടെ ഈ വസന്തകാലം തീരുമല്ലോ എന്നുള്ള ചിന്ത അറിയാതെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അന്ന് പരിശുദ്ധാത്മാവിന് എന്നെക്കുറിച്ച് ഇന്നുള്ളതുപോലെയുള്ള ആഴമേറിയ ബോധ്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ഇനി നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് മുൻപോട്ട് പോകുവാൻ തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിന് ഒരിക്കലും തെറ്റു പറ്റുകയില്ല എന്ന് ഹോളി സ്പിരിറ്റ് പൗലോസിന് പറഞ്ഞു കൊടുത്തതുപോലെ നമുക്ക് പറഞ്ഞു തരണം. വേറെ ആരെങ്കിലും പറഞ്ഞു തന്നതുകൊണ്ട് അത് പൂർണ്ണമാകണമെന്നില്ല. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തെ ധ്യാനങ്ങളിൽ ഈ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നതിന് കാരണമതാണ്. പരിശുദ്ധാത്മാവ് ഇല്ല എങ്കിൽ ക്ഷമിക്കും, പക്ഷേ ഉള്ളിൽ ആരും അറിയില്ല, പുറമേ ചിരിക്കുമ്പോഴും ഒരു മുറുമുറുപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷമിക്കുന്നതോടൊപ്പം മറക്കാനും കഴിയുകയുള്ളൂ. ഈശോയുടെ പ്രാർത്ഥന ഒരു ദിവസം ധ്യാനിച്ചതാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഓരോരുത്തരുടെയും സ്ഥാനത്ത് അവരെ നിർത്തി, നമ്മെ വേദനിപ്പിക്കുന്നവരെ നിർത്തി നമ്മൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. നിങ്ങൾ വിശുദ്ധ ജെറാർഡ് മജല്ല എന്ന ഒരു വിശുദ്ധനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ദിവ്യ രക്ഷക സഭ CSSR കേട്ടിട്ടുണ്ടായിരിക്കും. ഈ സഭയിലെ അംഗമായിരുന്നു. അദ്ദേഹം ചേരുമ്പോൾ ആ സഭയുടെ പ്രിയോർ എന്ന് പറയുന്നത് വളരെ വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി, പിന്നീടാണ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഒരു ദിവസം ഇവർ ആ പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ കയ്യിലിരുന്ന ഒരു കുഞ്ഞുമായിട്ട് വന്ന്, ഈ കുഞ്ഞ് എൻ്റെയല്ല, ഈ നിൽക്കുന്ന ജെറാർഡ് മജല്ല എന്ന് പറഞ്ഞ ഈ അസ്ഥിപഞ്ജരം പോലെ ഇരിക്കുന്ന ഈ ഒരു ബ്രദറിൻ്റേതാണ്, അച്ഛൻ്റേതാണ് എന്ന് പറഞ്ഞു. എല്ലാവരും സങ്കടത്തോടെ ഇരിക്കുകയാണ്. ജെറാർഡ് മജല്ല ഒരു വിശുദ്ധനായ ഒരു വൈദികനായിട്ടാണ് അവരെല്ലാം കരുതിയിരുന്നത്, അവിടുത്തെ ഒരു അർത്ഥിയായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ജെറാർഡ് മൗനം പാലിക്കുകയാണ്. ഈ അൽഫോൺസ് ലിഗോരി എന്ന അന്നത്തെ സഭയുടെ പ്രിയോർ, പിന്നീട് വിശുദ്ധനായ വ്യക്തി, ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ ജെറാർഡ് മജല്ല നേരെ പള്ളിയിലേക്ക്, ചാപ്പലിലേക്ക് ചെല്ലുകയാണ്. കുരിശുരൂപത്തിലേക്ക് നോക്കി ഈശോ സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ് കേൾക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈശോ പറയുന്നത് പോലെ, അന്ന് ഞാൻ കുരിശിൽ ചെയ്തതുപോലെ നീയും ചെയ്യണം. കുരിശുരൂപത്തിലേക്ക് നോക്കിയപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്. പെട്ടെന്ന് വേദപുസ്തകം തുറന്നപ്പോൾ ഒരു വചനം കിട്ടുകയാണ്. യെശയ്യായുടെ പുസ്തകം 50:6, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു.
നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർമ്മിക്കണം, പിന്നീട് ഈ മകൻ, ഈ പ്രിയപ്പെട്ട ജെറാർഡ് മജല്ല എന്ന് പറയുന്ന ഇപ്പോൾ വിശുദ്ധനായി തീർന്ന വ്യക്തി സങ്കടത്തോടുകൂടി ആ ചാപ്പലിൽ ഇരിക്കാൻ പോലും അനുവാദമില്ലാത്ത കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. കാരണം എന്താണ്? ഒരു സന്യാസിയായിരുന്ന വ്യക്തി ഒരു പെൺകുട്ടിയെ അവിഹിത ബന്ധത്തിലൂടെ ഗർഭം ധരിപ്പിച്ചു. ആ കുഞ്ഞിനെയാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട അച്ഛനോട്, അൽഫോൻസ് ലിഗോരിയോട് പറയുന്നുണ്ട്, എനിക്ക് പള്ളിയുടെ മുൻപിൽ കൊണ്ടുവന്ന് എനിക്ക് നിർത്തിയാൽ മതി. കാരണം കുർബാന സ്വീകരിക്കാൻ അനുവാദമില്ലായിരുന്നു. ഞാൻ മുൻപിൽ നിന്ന് കഴിയുമ്പോഴത്തേക്ക് അറിയാതെ പിടിച്ചു പറിച്ചു പോകും. കുർബാന കാണുമ്പോൾ ദിവികാരനെ സ്വീകരിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് എന്നെ പിന്നിൽ വന്ന് നിർത്തണം. ഞാൻ ഈ സംഭവം ചുരുക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കുറ്റബോധത്തോടു കൂടി ക്ഷമ ചോദിച്ചു. ഞാനന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഈ ആശ്രമത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് ആ ഒരു മനുഷ്യൻ്റെ ആ ജീവിതത്തിൻ്റെ വസന്തം നിങ്ങൾ ഓർമ്മിക്കണം. ചെറുപ്പം ഒരു 10-12 വർഷം നഷ്ടമായി. പക്ഷേ അദ്ദേഹം ശാന്തതയോടുകൂടിയിരുന്നു. എന്നിട്ട് പിന്നെ ഈ അൽഫോൻസ് ലിഗോരി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, മോനെ, നീ എന്തുകൊണ്ടാണ് അന്ന് നിൻ്റെ സത്യസന്ധത പറയാതിരുന്നത്? ജെറാർഡിൻ്റെ മറുപടി എന്തായിരുന്നു അറിയാമോ? ഞാൻ പറയുമ്പോൾ വേറെ ആരിലേക്കെങ്കിലും വിരൽ ചൂണ്ടും. ഇവൾ കള്ളിയാകും, മറ്റൊരാളെ വിചാരണ ചെയ്യേണ്ടി വരും. ഞാൻ ആ സഹനം അങ്ങോട്ട് ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ ധ്യാനം കൂടുന്നവരിൽ ഒരു വലിയ വിഭാഗം പരിശുദ്ധാത്മാവിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, എനിക്കെൻ്റെ കോപം നിയന്ത്രിക്കണം, പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന എൻ്റെ സ്വഭാവമൊന്ന് മാറിത്തരണം. ഈ വിശുദ്ധനോട്, ജെറാർഡ് മജല്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കൊള്ളൂ, ആ വിശുദ്ധനോട് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എനിക്ക് ഈ ദേഷ്യം, എൻ്റെ കോപം എനിക്കിന്ന് മാറിക്കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് മുൻപോട്ട് പോകുന്നതാണ് വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും നല്ല വഴിയെന്ന് വിശുദ്ധന്മാരെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് നമ്മുടെ വഴികളിലൂടെ മാത്രം യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. ഞാനൊരു വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു പരിശുദ്ധാത്മാവിൽ നിന്നും ഒരു തീരുമാനം അറിയണം. നിങ്ങൾക്കൊരു ഡിസേൺമെൻറ്റ്, ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. നിങ്ങളുടെ മകൾ, ഉദാഹരണം പറയുന്നതാണ്, MBBSൻ്റെ ഹൗസ് സർജൻസി കഴിഞ്ഞു 1-2 ആലോചനകൾ വന്നു. PG ഇപ്പോൾ MD ചെയ്തില്ലെങ്കിൽ പിന്നീട് പഠിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് പക്ഷേ വിവാഹം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതും വിഷയമാണ്. ഏത് വേണം? അല്ലെങ്കിൽ വേറെ ഒരു മകന് IELTS കിട്ടി, വിദേശത്ത് വിടണമോ, കാനഡയ്ക്ക് പോകണമോ, അതോ ഇവിടെ തന്നെ നിന്ന് നല്ല ജോലി ഏതെങ്കിലും സമ്പാദിക്കണമോ, ഇനി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോകണം, കാനഡയ്ക്ക് പോകണോ, ഇങ്ങനെ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ ചെല്ലുമ്പോൾ കൗൺസിലറുടെ അടുത്ത് ചെന്ന് നിങ്ങൾ ചോദിക്കുകയാണ്, എനിക്കൊരു തീരുമാനമെടുക്കാനായിട്ട് സഹായിക്കണം. കൗൺസിലർ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സന്ദേശം ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിൽ പള്ളിയിൽ പൊതുയോഗം കൂടുമ്പോൾ ട്രസ്റ്റിയായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കും. അത് നിങ്ങൾ നിഷേധിക്കരുത്. കാരണം ഈ ഇടവകയുടെ വിശുദ്ധീകരണത്തിന് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെന്താണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഉത്തരം കിട്ടാനായിട്ടല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി. മകനും മകൾക്കും നിങ്ങൾക്ക് പ്രധാനമാണ്, ഈശോയ്ക്ക് അതല്ല, നിങ്ങളുടെ ഇടവകയുടെ വിശുദ്ധീകരണമാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉത്തരം ഇപ്പോൾ ദൈവം തരുന്നില്ല, പരിശുദ്ധാത്മാവിനോട് ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുക. ഒരു സിസ്റ്റർ ഇന്ന സ്കൂളിലേക്ക് കിട്ടിയാൽ അവിടെ നല്ല അന്തരീക്ഷമാണ്, ആ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ ബാച്ചുകാരാരുമില്ല, അവരുള്ളപ്പോഴാണല്ലോ കൂടുതൽ വിഷയം, അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വേറൊരു സിസ്റ്റർ എന്നെ ഫാർമസിയുടെ ചാർജ് ഏൽപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്, അത് എനിക്ക് വേണ്ട. ഈ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ കൗൺസിലിങ്ങിൽ ചെല്ലുന്നത്. കൗൺസിലിങ്ങിൽ ചെല്ലുമ്പോഴത്തേക്ക് കൗൺസിലർ പറയുകയാണ്, അവിടെ അങ്ങ് അകലെ ഛത്തീസ്ഗഡിൽ ഒരു സിസ്റ്റർ ഒരു സൈക്കിൾ ചവിട്ടി നടക്കുന്നത് ഞാൻ എൻ്റെ കൺമുൻപിൽ കാണുന്നു. ആ കൗൺസിലർക്ക് കിട്ടിയ ദർശനമാണ്. പക്ഷെ നമുക്ക് ഇതല്ല പ്രശ്നം, നമുക്ക് വേറെയാണ്. ഫാർമസിയും അല്ലെങ്കിൽ ഇന്ന സ്കൂളുമാണ് നമുക്ക് വിഷയം. പ്രിയപ്പെട്ടവരെയും, നമ്മൾ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ ശാന്തമായിട്ട് ജീവിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവം നമ്മുടെ ഈ ഇട്ടാവട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ്, അനേകം പേരുടെ രക്ഷ. ഇതാണ് ഈശോ കാണുന്നത്. എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചാണോ, പരിശുദ്ധാത്മാവിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചാണോ ഞാൻ നീങ്ങുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക.
നമ്മൾ യോഹന്നാൻ്റെ വെള്ളം കൊണ്ടുള്ള സ്നാനമല്ല സ്വീകരിച്ചത്, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന മഠത്തിലേക്ക് മാറ്റം കിട്ടിയില്ലെങ്കിൽ ജൂബിലി ആഘോഷങ്ങൾ, വലിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വെല്ലുമ്മച്ചിക്ക് വരാൻ പറ്റില്ല എന്ന് ഒരു സിസ്റ്റർ ചിന്തിക്കരുത്. സിസ്റ്റർ ഛത്തീസ്ഗഡിൽ പോയി അവിടെ ഏതെങ്കിലും കാര്യം നടത്താൻ ആണ് ഈശോ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നാം നോക്കുമ്പോൾ ഇപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. പക്ഷേ ഇതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് വേറെ പല കാര്യങ്ങളും ആലോചിക്കാനുണ്ട്. ഓർമ്മിക്കുക, ഞാനൊരു ദിവസം പറഞ്ഞു എന്നാണ് എൻ്റെ വിചാരം. പ്രലോഭനങ്ങളുടെ വിട എന്ന പുസ്തകത്തിൽ ബെന്നിസാറ് പറഞ്ഞത്, അരുവിയിലെ ജലം വറ്റിയാലും കാക്കയുടെ വരവ് നിലച്ചാലും ദൈവത്തിൻ്റെ സ്നേഹപ്രവാസം ഒരിക്കലും നിലയ്ക്കുകയില്ല. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ മുമ്പ് പറ്റിയ ഏതെങ്കിലും അബദ്ധങ്ങൾ, പരിശുദ്ധാത്മാവിനോട് ആലോചിക്കാതെ കല്യാണം ഉറപ്പിച്ചത്, അല്ലെങ്കിൽ വാശി പിടിച്ച് ഒരു സിസ്റ്റർ ഒരു പ്രത്യേക കോഴ്സിന് ചോദിച്ചു പോയത്, അല്ലെങ്കിൽ അധികാരി തന്ന നിർദ്ദേശം സ്വീകരിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോയത്, വഴക്കുണ്ടാക്കി ട്രാൻസ്ഫർ വാങ്ങിയത്, അല്ലെങ്കിൽ മക്കളെ ഒത്തിരി പണമെടുത്ത് കാനഡയ്ക്ക് അയച്ച് അല്ലെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് അയച്ച് അവിടെ ചെന്ന് ജോലി കിട്ടാതെ കറങ്ങുന്നത്. ഇതൊക്കെ ഞാനൊരു പക്ഷേ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് സാത്താൻ കുറ്റബോധമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു പാപബോധം നിറയാനും ഇനിയുള്ള നാളുകളിൽ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് ചോദിക്കാനും നമ്മൾ പ്രാർത്ഥിക്കുക. മുൻപൊരിക്കൽ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ എപ്പോഴും സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ദൈവഹിതമല്ലാതെ ചെയ്യുന്നത് ഒന്നും ആത്മാവിന് ഗുണം ചെയ്യുകയില്ല. ഫസ്റ്റ് സിസ്റ്റർ പറയുന്നതാണ്, ദൈവഹിതമല്ലാതെ ചെയ്യുന്നതൊന്നും ആത്മാവിന് ഗുണം ചെയ്യുകയില്ല. അതുകൊണ്ടാണ് കൊച്ചുറിസ്യാപ്പിണി പറയുന്നത്, പുണ്യങ്ങളുടെ സമ്പാദനമോ തിന്മയുടെ ഉന്മൂലനമോ അല്ല, ദൈവേഷ്ടം നിറവേറ്റലാണ് യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത്. അത് അഗസ്റ്റിൻ്റെ അമ്മ മോനിക്ക പുണ്യവതി അതാണ് പഠിപ്പിച്ചത്. എത്രയോ നാളുകൾ മകന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ മോനിക്കായുടെ ജീവിതത്തിലെ ചരിത്രമൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നു. 19 വർഷം ഈ അമ്മ പ്രാർത്ഥിച്ചു. നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കും, ഈ ചോദിച്ച ആദ്യ വർഷം തന്നെ എന്തുകൊണ്ടാണ് അഗസ്റ്റിൻ്റെ മാനസാന്തരം സംഭവിക്കാതിരുന്നത്? ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 വിശുദ്ധരെ കിട്ടുകയില്ല. അഗസ്റ്റിനെ കിട്ടും, മോനിക്ക എന്ന് പറയുന്ന ഒരു വിശുദ്ധിയെ കിട്ടുകയില്ല. കാരണം എന്താണ്? മോനിക്കായുടെ ഈ സഹന സമർപ്പണമാണ് അവളെ വിശുദ്ധിയാക്കി മാറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം അമ്മമാർ, ഒത്തിരി സങ്കടങ്ങളിലൂടെ പോകുന്ന അമ്മമാരുണ്ട്. അഗസ്റ്റിൻ പിന്നീട് പറഞ്ഞ ഒരു വാക്യം ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് വേണ്ടി ഞാനിങ്ങനെ പങ്കുവെക്കുന്നു, ഇങ്ങനെ ഒരമ്മയെ തന്നതിന് ദൈവമേ നന്ദി. അതുകൊണ്ട് ഞാൻ ഈ വചനം ഇവിടെ ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ കേട്ടുകൊണ്ട് ആ വഴിയെ യാത്ര ചെയ്യാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും, ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവെ എന്നോട് എപ്പോഴും സംസാരിക്കണമേ. എപ്പോഴും എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ പല സന്ദർഭങ്ങളിലും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ സ്വരം കേൾക്കാറുമുണ്ട്. അതുകൊണ്ട് അത് കേൾക്കാൻ കഴിയണമെങ്കിൽ ഞാനൊരിക്കലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉള്ളതിൻ്റെ പകുതി ആത്മാവിൻ്റെ അഭിഷേകം എനിക്കറിയാം. പക്ഷേ ഞാനൊരു ധ്യാനഗുരുവായതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, നിരാശപ്പെടാനായിട്ട് 100 കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യാശിക്കാനായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടാകും. അതുകൊണ്ട് ആ കൃപ നമ്മൾ നിറയാൻ വേണ്ടി അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കും. നന്നായിട്ട് കുമ്പസാരിക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങണം. പാപബോധം നമ്മുടെ ഉള്ളിലേക്ക് ആഴമേറിയ ഒരനുഭവമായിട്ട് നിറയട്ടെ. കുമ്പസാരിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ അനേകം പേര് ഒരുങ്ങുന്നുണ്ട്. എങ്കിൽ നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കണം. കൊച്ചു നീതി നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ യോഹന്നാൻ 16:8 അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും എന്ന വചനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തീഷ്ണത നിറയും. ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള കൃപ നമ്മുടെ ഉള്ളിൽ നിറയും. അപ്പോൾ ദൈവഹിതം അറിയാനായിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഉണ്ണീശോയുടെ കയ്യിലെ ഒരു കളിപ്പന്താണ് ഞാൻ എന്ന് പറഞ്ഞ ആ കൊച്ചുത്രേസ്യായോട് പ്രാർത്ഥിക്കുക. ക്രിസ്ത്യാനികരണം പറയുന്നു, ദൈവമേ അങ്ങ് വേണമെന്നും വേണ്ടെന്നും വയ്ക്കുന്നത് ഞാനും എപ്പോഴും വേണമെന്നും വയ്ക്കട്ടെ. മറിച്ച് ആഗ്രഹിക്കാനുള്ള എന്നിലെ കഴിവ് ഇല്ലാതാകട്ടെ. ഈശോയെ അവിടുത്തെ അമൂല്യ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.